പാപിയെയും സ്വീകരിക്കുന്ന അഗാധമായ ദൈവകരുണ വെളിപ്പെട്ട ദിവസമാണ് ദുഃഖവെള്ളിയാഴ്ച ദിവസം. കർത്താവ് കരുണയുടെ വലിയ കവാടം ലോകത്തിലുള്ള ബലഹീനരായ എല്ലാ മനുഷ്യർക്കുമായി അവിടുന്ന് തുറന്നു തന്നു. ഈശോയിലൂടെ ഇന്ന് ആ ദൈവത്തിൻ്റെ കരുണ നമ്മൾക്കരികിലേക്ക് കടന്നു വരികയാണ്. എല്ലാ മനുഷ്യർക്കരികിലേക്കും, എത്ര വലിയ പാപിയാണെങ്കിലും, എത്രയൊക്കെ തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ച വ്യക്തികളാണെങ്കിലും ദൈവത്തിൻ്റെ അരികിലേക്ക് ഇന്ന് ധൈര്യത്തോടെ ഈശോയുടെ കുരിശുബലിയുടെ ആ യോഗ്യതയാൽ നമുക്ക് കടന്നു വരുവാൻ കഴിയുന്നു, സാധിക്കുന്നു. ഇതാണ് ദുഃഖവെള്ളിയാഴ്ച നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പ്. നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി ഈശോ ഏൽപ്പിക്കപ്പെട്ടു. ഞാൻ ഈ പറയുന്ന സന്ദേശം നിങ്ങൾ വ്യക്തിപരമായിട്ട് ഏറ്റെടുക്കണേ. വേറൊരാളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. നമ്മൾക്ക് വേണ്ടി വ്യക്തിപരമായി നിന്റെ പാപത്തിൻ്റെ മോചനത്തിനായിട്ട് ഈശോ ഏൽപ്പിക്കപ്പെട്ടു. ഈശോ ഇത് നീ വ്യക്തിപരമായി അറിയണമെന്നും ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു വ്യക്തിപരമായി ഈശോയുടെ ആ സ്നേഹത്തെ ഈശോ വ്യക്തിപരമായി എനിക്ക് വേണ്ടിയാണ് പാപമോചനത്തിനായി, എൻ്റെ പാപത്തിന് മോചനത്തിന് വേണ്ടിയാണ് ഏൽപ്പിക്കപ്പെട്ടത് എന്ന് ഈശോ ഏൽപ്പിക്കപ്പെട്ടത് നമുക്ക് വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവ്, നിനക്ക് വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവ് നിനക്കുണ്ടാകണമെന്ന് ഈശോ ഒത്തിരി 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 ആഗ്രഹിക്കുന്നു. റോമ 4-ാം അധ്യായത്തിൽ 24-ാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും. ഒന്ന് പറയാം, എൻ്റെ പാപങ്ങളുടെ മോചനത്തിനായിട്ടാണ് ഈശോ മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടത്. ഒന്ന് അതരം തുറന്ന് പറഞ്ഞ് ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസം, ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഒരു വ്യക്തി അതരം തുറന്നത് പറയുമ്പോൾ തന്നെ കർത്താവിൻ്റെ ഹൃദയം സന്തോഷിക്കുക. കാരണം ഒരാത്മാവ് മനസ്സിലാക്കി എൻ്റെ പാപത്തിന് മോചനത്തിനായിട്ടാണ് ഈശോ മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടത്. ഒരു വലിയ ഡിവൈൻ എക്സ്ചേഞ്ച് ആണ് വിശുദ്ധ കുരിശിൽ നടന്നത്. ഡിവൈൻ എക്സ്ചേഞ്ച്. നമ്മൾ പഴയ നിയമത്തിലൊക്കെ നമ്മൾ കാണുന്ന കുഞ്ഞാടിനെയൊക്കെ ബലി കഴിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അല്ലേ, പഴയ നിയമത്തിൽ. അപ്പോൾ അതിലൂടെ ആ ബലിയർപ്പിക്കുന്ന കുഞ്ഞാടിൻ്റെ ആ ഇന്നസെൻസ്, ആ നിഷ്കളങ്കത ആരാണോ ബലിയർപ്പിക്കുന്നത് ആ വ്യക്തിയിലേക്ക് കടന്നു വരികയും ആ വ്യക്തിയുടെ പാപം, ആ പാപത്തിന് പരിഹാരമായിട്ടാണ് ആ കുഞ്ഞാട് ബലിയായിത്തീരുന്നത്. ആ കുഞ്ഞാടിലേക്ക് ആ പാപം അല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ കടന്നു പോവുകയുമാണ്. കാൽവരി മലമുകളിൽ ഈശോയുടെ പരിഹാര ബലിയിലൂടെ നിനക്ക് വേണ്ടി ഒരു വലിയ ഡിവൈൻ എക്സ്ചേഞ്ച് നടന്നു. എ ബിഗ് ഡിവൈൻ എക്സ്ചേഞ്ച്. എന്താണ് ഡിവൈൻ എക്സ്ചേഞ്ച്? നിന്റെ പാപത്തിൻ്റെ ശിക്ഷ, നമ്മുടെ ജീവിതത്തിലെ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളുടെയും പാപങ്ങളുടെയും ശിക്ഷകൾ, അതിൻ്റെ പരിഹാരം മുഴുവനും ഈശോ തൻ്റെ ബലിയിലൂടെ ഈശോ അതിനെ പൂർത്തീകരിക്കുകയാണ്, അത് ഫുൾഫിൽ ചെയ്യുകയാണ്. പെയ്ഡ് ഇൻ ഫുൾ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയുമായി ചെയ്തു പോയ എല്ലാ പാപങ്ങളുടെയും പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, അതിൻ്റെ മുഴുവൻ ശിക്ഷ ഈശോ ഏറ്റെടുക്കുകയാണ്. അതാണ് ദുഃഖവെള്ളിയാഴ്ച സംഭവിച്ചത്. ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയോട് പറഞ്ഞു, ഞാൻ അവർക്ക് വേണ്ടി ചെയ്തത് എന്താണെന്ന് നീ ലോകത്തിലുള്ള എല്ലാവരോടും പറയണം. അന്ന് ലോകമഹായുദ്ധങ്ങൾ നടക്കുന്ന സമയം, സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങാൻ പോകുന്ന സമയം. ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞു. ലോകത്ത് ബൈബിള് നമുക്കിന്നുള്ളതുപോലെ സുലഭമായിട്ടന്ന് ഇല്ല. ബൈബിൾ ഇത്രമാത്രം സുലഭമായിട്ട് പൗലോസ്ലീഹായുടെ ലേഖനങ്ങളൊക്കെ ഇത്രമാത്രം ലോകത്ത് റീച്ച് ഔട്ട് ആയിട്ട് ഈ ഒരു 3 ഡിക്കേഡ് 30-35 വർഷം അല്ലെങ്കിൽ 20-25 വർഷത്തിനിടയിലാണ് ഇത്രമാത്രം ലോകത്ത് ബൈബിൾ പ്രിൻ്റ് ചെയ്ത് ബൈബിളൊക്കെ മനുഷ്യർ വായിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു സമയം എന്ന് പറയുന്നത് സെക്കൻഡ് വേൾഡ് വാർ, ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ടൈമിൽ അങ്ങനെ സുലഭമായിട്ടൊന്നും ബൈബിളൊന്നും ഇല്ല. പരിശുദ്ധ കുർബാനകളൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ തന്നെയും മനുഷ്യന് ഈ കരുണയെക്കുറിച്ചുള്ള ഈ മെസ്സേജ് അത് ഈശോയുടെ ഹൃദയമാണ്, കർത്താവിൻ്റെ ഹൃദയം. കർത്താവ് വിശുദ്ധ ഫൗസ്റ്റീനയോട് പറയുകയാണ്, നീ ഇതെല്ലാവരോടും വിളിച്ചു പറയണം, എല്ലാവരോടും പറയണം. എത്രമാത്രം ഏത് പാപിക്കും എൻ്റെ കരുണയിലേക്ക് കടന്നു വരാം. എൻ്റെ കരുണയെ അനുഭവിക്കുന്ന
ഒരു വ്യക്തി, ഒരു ആത്മാവ് നശിച്ചു പോകത്തില്ല. എൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈശോയുടെ കരുണ അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവ് സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരികയാണ്. എത്ര വലിയ പാപിയാണേലും കർത്താവ് തുറന്നു തരുന്ന ഈ കരുണയുടെ ആഴങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ആ വ്യക്തിയുടെ ആത്മാവ് ഈശോയുടെ സ്നേഹം അനുഭവിച്ച് വലിയൊരു സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് വിശുദ്ധ ഫൗസ്റ്റിനോട് ഈശോ പറഞ്ഞു, നീ ഇതെല്ലാവരോടും പറയണം. ഏത് ആത്മാവ് ഞാൻ അവന് വേണ്ടി എന്താണ് ചെയ്തത് എന്ന് കേൾക്കുകയും തിരിച്ചറിയുകയും ചെയ്യുന്നതിലൂടെ, അത് ചെയ്യുമ്പോഴാണ് യഥാർത്ഥ സമാധാനത്തിലേക്ക് ആ വ്യക്തി കടന്നു വരുന്നത്. നമ്മൾ ഓരോരുത്തരും യഥാർത്ഥ സമാധാനത്തിലേക്ക് കടന്നു വരുന്നത് ഈശോ എനിക്ക് വേണ്ടി എന്താണ് കാൽവരി ക്രൂശിൽ ചെയ്തത് എന്ന് നമ്മൾ കേൾക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ്. ഈശോ എനിക്ക് വേണ്ടി എന്താ കാൽവരി ക്രൂശിൽ ചെയ്തത്, ഇതെന്താണെന്ന് ഒരു വ്യക്തി മനസ്സിലാക്കി കഴിയുമ്പോൾ അവൻ്റെ ജീവിതം സമാധാനത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കപ്പെടുകയാണ്. അപ്പം ഇതാണൊരു സൊല്യൂഷൻ. ഇന്ന് ലോകം തിരയുന്ന സമാധാനത്തിനുള്ള ഒരേ ഒരു സൊല്യൂഷൻ എന്ന് വിശുദ്ധ ഫൗസ്റ്റിനായോട് ഈശോ പറഞ്ഞു. നമ്മൾ ദൈവകരുണയുടെ തിരുനാളിനായിട്ടൊക്കെ ഒരുങ്ങുകയാണ്. സത്യത്തിൽ ദൈവ കരുണ അനുഭവിക്കുമ്പോഴാണ് യഥാർത്ഥ സമാധാനം ഒരു മനുഷ്യാത്മാവിന് റിസീവ് ചെയ്യാൻ പറ്റുന്നത്. എന്താണ് ദൈവത്തിൻ്റെ അഗാധമായ കരുണ? റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ ദാനമാകട്ടെ കർത്താവായ യേശുക്രിസ്തു വഴിയുള്ള നിത്യജീവനും. ദൈവം നമുക്ക് നൽകുന്ന വലിയൊരു സമ്മാനമാണ്. ഈശോയുടെ കുരിശുബലിയിലൂടെ അവിടെ നമുക്ക് രക്ഷ നൽകുകയാണ്. എന്ന് പറഞ്ഞ് എൻ്റെ ഈശോയുടെ കുരിശുബലിയിലൂടെ അവിടുന്ന് എനിക്ക് രക്ഷ നൽകുന്നു. നമ്മൾ പറയും ഞാൻ പാപിയാണല്ലോ, എനിക്ക് ഒരുപാട് കുറവുകളുണ്ടല്ലോ. കുറവുകളുള്ള എന്നെ ദൈവം അഗാധമായി സ്നേഹിക്കുകയാണ്. അതുകൊണ്ടാണ് റോമ 5-ാം അധ്യായത്തിൽ അതിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നത്, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത്. എന്നാണ് നിർണയിക്കപ്പെട്ട സമയം? നിർണയിക്കപ്പെട്ട സമയം ദുഃഖവെള്ളിയാഴ്ച അതിദാരുണമായി ഈശോ പീഡിപ്പിക്കപ്പെട്ടു. എന്തിനു വേണ്ടിയാ? നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. ഹല്ലേലൂയ, ഈശോയെ ആരാധന. നിർണയിക്കപ്പെട്ട സമയത്ത് ക്രിസ്തു പാപികൾ, ആ പാപികൾ എന്നുള്ള സ്ഥലത്ത് നമുക്ക് നമ്മുടെ പേരൊന്ന് ചേർക്കാം. എൻ്റെ പേര് ഞാൻ ചേർക്കും, അനീഷിന് വേണ്ടി. നിർണയിക്കപ്പെട്ട സമയത്ത് ഈശോ അനീഷിന് വേണ്ടി മരിച്ചു. നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരാം. എന്നാൽ പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. നമുക്കൊക്കെ പലതരത്തിലുള്ള കുറവുകളും ബലഹീനതകളും ഉണ്ടല്ലോ. അതില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞ്. ഈ ഭൂമിയിൽ കുറവുകളില്ലാത്ത, ബലഹീനതകളില്ലാത്ത ഒരു വ്യക്തിയുമില്ല. എല്ലാവർക്കും വൺ ഓർ ദി അനദർ വേ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ട്. പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം എന്താ? നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം നമ്മുടെ കുറവുകളോടുകൂടി, അതായത് നമ്മുടെ കുറവ്, നമ്മുടെ വീക്ക്നെസ്, നമ്മൾ എവിടെയാണ് വീക്കാണെന്ന് എന്നതിനെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്ന ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ആ ദൈവത്തിൻ്റെ അരികിലേക്ക് എപ്പോൾ വേണേലും നമുക്ക് കടന്നു വരാം. അങ്ങനെ കടന്നു വരുന്ന നമ്മളെ തൻ്റെ കരുണയിലൂടെ പൊതിഞ്ഞു പിടിക്കുന്ന നമ്മുടെ തമ്പുരാൻ തൻ്റെ ആത്മാവിലൂടെ നമ്മളെ ശക്തിപ്പെടുത്തും. ഏത് പാപിക്കും ഏത് സമയത്തും കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു വരാം. എനി ടൈം യു ക്യാൻ കം. ഹെബ്രായർ 4-ാം അധ്യായത്തിന് 16-ാം വാക്യത്തിൽ പറയുന്നത്, വേണ്ട സമയത്ത് കരുണയും കൃപാവരും. വേണ്ട സമയം എന്ന് വെച്ചാൽ ഇന്ന സമയം എന്നൊന്നുമില്ല. ഏത് സമയത്തും നമ്മളൊന്ന് വിളിച്ചാൽ മതി. ഈശോയെ എന്ന് വിളിക്കുമ്പോൾ തന്നെ ഈശോയുടെ സാന്നിധ്യം നമ്മുടെ ചുറ്റും നിറഞ്ഞു നിൽക്കും. ചിലപ്പോൾ ഇപ്പോൾ ഒരുപാട് തിന്മകളിൽ, തെറ്റുകളിൽ വീണു പോകുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. നിങ്ങൾക്കരികിൽ കർത്താവിൻ്റെ സാന്നിധ്യം വളരെ ശക്തമായിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നേക്കാളും കൂടുതൽ ശക്തമായ കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങൾക്കരികിലുണ്ട്. നിങ്ങളുടെ അരികിൽ കർത്താവിൻ്റെ സാന്നിധ്യം അതിശക്തമായുണ്ട്. കാരണം നമ്മൾ ബലഹീനമാക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടുതൽ നമ്മൾക്കരികിലേക്ക് കടന്നു വരികയാണ്. അവിടെ എല്ലാം പരിശുദ്ധാത്മാവ് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരേ ഒരു കാര്യം, നിർണയിക്കപ്പെട്ട സമയത്ത് നിനക്ക് വേണ്ടിയാണ് ഈശോ മരിച്ചത്. നിന്റെ പാപങ്ങളുടെ മോചനത്തിനായി ഈശോ ഏൽപ്പിക്കപ്പെട്ടു. ഇതിങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മളെ റിമൈൻഡ് ചെയ്യും. അപ്പം നമ്മളിൽ നിന്ന് നമ്മൾ കണ്ണുകളെടുത്ത് ഈശോ എനിക്ക് വേണ്ടി ബലിയായി തീർന്നു. ആ ബലിയിലൂടെ
ഞാൻ നീതീകരിക്കപ്പെടുന്നു എന്നുള്ള ആ വചനത്തിൻ്റെ സത്യം അല്ല 25-ാം വാക്യം റോമ 4:25 നമ്മൾ അതാ കാണും. നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവായ ഈശോ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ വചനത്തിലൂടെ ഈ ഉൾക്കാഴ്ച നമ്മൾക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ മനസ്സ് മുഴുവൻ വലിയ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ സ്വസ്ഥമായ ഒരു മനുഷ്യാത്മാവിൻ്റെ ഉള്ളിൽ ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ പാപത്തെ ജയിച്ച് ജീവിക്കുവാൻ കഴിയുന്നത്. നമ്മൾ പ്രസംഗങ്ങളൊക്കെ കേൾക്കാറുണ്ട്, പാപത്തെ ജയിക്കണം, പാപത്തെ ഓവർകം ചെയ്യണം, ഇതൊക്കെ നമ്മളിങ്ങനെ കേൾക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും മനുഷ്യന് സാധിക്കുന്നില്ല. അതിന് സാധിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ദൈവകരുണ അനുഭവിച്ചിട്ടില്ല. ദൈവകരുണ അനുഭവിക്കുന്നത് എങ്ങനെയാണ്? ദൈവകരുണയെക്കുറിച്ച് കേൾക്കുമ്പോൾ എത്ര മാത്രമാണ് കർത്താവ് നമ്മളോട് കരുണ കാണിക്കുന്നത്, എത്ര മാത്രമാണ് കർത്താവ് നമ്മളോട് ക്ഷമിക്കുന്നത്, എത്ര മാത്രമാണ് കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത്. ഇത് കേൾക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഫൗസ്റ്റീനോട് ഈശോ പറഞ്ഞത്, ലോകം മുഴുവനുമുള്ള എല്ലാ മനുഷ്യരോടും നീ ഇത് പറയണം, എല്ലാവരോടും നീ ഇത് പറയണം. ദുഃഖവെള്ളിയാഴ്ച ദിവസം കാൽവരി മലമുകളിൽ പരിശുദ്ധ കുർബാനയായി തീർന്നുകൊണ്ട് ഈശോ നമുക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചു. എന്താണ് പൂർത്തീകരിച്ചത്? നിയമത്തിൻ്റെ പൂർത്തീകരണമാണ് കാൽവരി മലമുകളിൽ സംഭവിച്ചത്. റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൻ്റെ 10-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു. 10-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ, വിശ്വസിക്കുന്ന ഏതൊരുവനും നീതീകരിക്കപ്പെടുന്നതിന് ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു. വിശ്വസിക്കുന്ന, എൻ്റെ കൂടെ എന്ന് പറയാം, വിശ്വസിക്കുന്ന ഏതൊരുവനും നീതീകരിക്കപ്പെടുന്നതിന് ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു. ഈശോയുടെ കുരിശുബലിയിലൂടെ എന്താണ് പൂർത്തീകരിക്കപ്പെട്ടത്? നിയമം പൂർത്തീകരിക്കപ്പെട്ടു. ഹല്ലേലൂയ. മഗ്ദലക്കാരി മറിയത്തെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതിനായി, കല്ലുകളൊക്കെ എടുത്തുകൊണ്ട് ആ സമൂഹത്തിലെ ഒരുപാട് ആൾക്കാർ, മതപുരോഹിതരെല്ലാം കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി അവളെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി തുടങ്ങുക. അതിന് മുമ്പ് ഈശോയുടെ അരികിലേക്ക് അവളെ കൂട്ടിക്കൊണ്ട് വന്നു. എന്നിട്ട് ഈശോയുടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഈശോയെ, മോശ നിയമത്തിൽ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന്? ഇവള് പാപം ചെയ്തവള് ശിക്ഷിക്കപ്പെടണം, പ്രത്യേകിച്ച് ഒരു സ്ത്രീ. അതുകൊണ്ട് അന്ന് ഞാൻ പറയും, ഈ പുരുഷാധിപത്യമാണ് ഈ യഹൂദന്മാരുടെ മതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ നിയമം നമ്മൾ മുഴുവൻ നോക്കുമ്പോൾ നമ്മുടെ പഴയ നിയമം എന്നുള്ളത് അവരുടെ തോറ. ഞാൻ യഹൂദരുടെ ഇടയിൽ കുറേ നാൾ ജീവിച്ചായിരുന്നു, ഓസ്ട്രേലിയ വെച്ച്. അപ്പോൾ യഹൂദരുടെ ഇടയിൽ ജീവിക്കുമ്പോഴത്തേക്കും അവർ പറയടാ, നിങ്ങൾ ഞങ്ങളുടെ തോറയാണ്, നിങ്ങളുടെ പഴയ നിയമം ആയിക്കോട്ടെ. അവരൊരു പ്രത്യേക ജീവിതശൈലി, പ്രത്യേക രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് എന്താ പറയുന്നത്, എല്ലാം നിയമത്തിൻ്റെ കണ്ണുകളിലൂടെയാണ് എല്ലാ കാര്യങ്ങളും കാണുന്നത്. ഇപ്പോൾ കുറച്ചൊക്കെ ലിബറലായി, പണ്ടൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഈശോയുടെ കാലത്തെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇസ്ലാം പോലെയാണ് വന്നത്. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു റിലീജിയനായിരുന്നു ജൂയിഷ് റിലീജിയൻ. അപ്പോൾ അവിടെ ഒരു പുരുഷന് സ്വാതന്ത്ര്യമുണ്ട്, സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല. അപ്പോൾ ഒരു സ്ത്രീ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ പുരുഷൻ ചെയ്ത തെറ്റിനെയൊക്കെ എങ്ങനെയെങ്കിലും കവറപ്പ് ചെയ്ത് വിടും. പക്ഷെ സ്ത്രീക്ക് വോയിസ് ഇല്ല, സ്ത്രീകൾക്ക് വോയിസ് ഇല്ല, 18 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് വോയിസ് ഇല്ല. അങ്ങനെ ഒത്തിരി നിബന്ധനകളും ഭയങ്കര പുരുഷാധിപത്യമുള്ള ഒരു കാലഘട്ടം. അപ്പോൾ പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ, പുരുഷന്റെ കാര്യത്തിൽ ആരെയും അവിടെ പറയുന്നില്ല, സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലുന്നതിന് വേണ്ടി അന്നത്തെ മതപുരോഹിതരെല്ലാവരും കർത്താവിൻ്റെ അരികിലേക്ക് അവളെ കൊണ്ടുവരികയാണ്. എന്നിട്ട് ഈശോയുടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈശോയാണ്, ഈശോയെ, മോശ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന്. മോശ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന്, പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈശോ അവരോട് മോശ പറഞ്ഞ നിയമം തെറ്റാണെന്നല്ല ഈശോ പറയുകയാണ്, നിങ്ങളിൽ പാപം ഇല്ലാത്തവർ അവളെ കല്ലെറിയട്ടെ. കർത്താവ് ഒരിക്കലും ആരെങ്കിലും തെറ്റാണെന്നോ അത് ശരിയല്ലെന്നോ ഇത് ശരിയാണെന്നോ ഒന്നും ഈശോ പറയുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈശോ മോശ തെറ്റാണെന്നോ പ്രവാചകന്മാർ തെറ്റാണെന്നോ യഹൂദമതം തെറ്റാണെന്നോ അവർ ശരിയാണോ ഇത് തെറ്റാണെന്നോ ഒന്നും ഈശോ പറയുന്നില്ല. ഈശോ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഈശോ ചില കാര്യങ്ങൾ, പച്ചയായിട്ട് ചില കാര്യങ്ങൾ തുറന്ന് ഈശോ പറയുകയാണ്. ഇവിടെ ഈശോ തുറന്നു പറഞ്ഞ കാര്യം എന്താണ്? നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവിടെ കല്ലെറിയട്ടെ. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ, നിങ്ങൾ മതപുരോഹിതരായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് കുറവില്ലേ? നിങ്ങൾ നിയമം അനുസരിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നത്.
നിയമം പ്രസംഗിക്കുന്ന നിങ്ങൾക്കും തെറ്റ് പറ്റാറില്ലേ? നിങ്ങൾക്കും കുറവുകളില്ലേ? ആർക്കെങ്കിലും ഇത് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ നിയമങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ആൾക്കാരും ഇതേ നിയമങ്ങൾ തന്നെ ലംഘിക്കുകയാണ്. അറിഞ്ഞു അറിയാതെ എല്ലാവരും ഇത് ലംഘിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ജീവിതത്തിൽ ഒരു മനുഷ്യനും ഈ നിയമത്തിലൂടെ നീതീകരിക്കപ്പെടുന്നില്ല. കാരണം മനുഷ്യന് കുറവുകൾ ഇങ്ങനെ പലതായിട്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ നിയമത്തിനപ്പുറമായിട്ട് ദൈവത്തിന്, അതായത് നിയമം അവിടെ നിൽക്കുമ്പോഴത്തേക്കും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ ആവസിക്കുന്നതിന് ഒരു പരിധിവരെ ഈ നിയമത്തിൻ്റെ ഒരു ബ്ലോക്ക് അവിടെ നിലനിൽക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ ആ വ്യക്തി പൂർണ്ണ സ്വാതന്ത്ര്യവാനായി തീരുന്നു. മാത്രമല്ല, പരിശുദ്ധാത്മാവിലുള്ള ഒരു പുതിയ ജീവിതം ആ വ്യക്തിക്ക് തുടങ്ങുകയാണ്. ആത്മാവിലുള്ള ഒരു പുതിയ ജീവിതം. അപ്പോൾ ഇത്തരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലുള്ള ഒരു പുതിയ ജീവിതം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അത് ഒരു പ്രത്യേക മതവിഭാഗത്തിന് ലഭിക്കുന്നതിനല്ല, ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും ഒരു സ്പിരിറ്റ് ലെഡ് ലൈഫ് എല്ലാവർക്കും കിട്ടുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ എല്ലാവർക്കും ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതും ഈശോ കാൽവരി മലമുകളിൽ ബലിയായി തീർന്നുകൊണ്ട് എല്ലാം പൂർത്തീകരിച്ചു. എല്ലാം പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ നിയമം നമ്മളെ നോക്കി പറയുന്ന പാപത്തിൻ്റെ ശിക്ഷകൾ, ആ ശിക്ഷകളെ മുഴുവനും ഈശോ തൻ്റെ മരണത്തിലൂടെ, നീതിമാനായ ഈശോ സ്വന്തം ശരീരത്തിലേക്ക് അത് ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് ഈശോയിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നടക്കുകയാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ വിശ്വസിക്കുകയാണ്, ഈശോയെ, എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ഈശോ ഏറ്റെടുത്തു എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എന്ന് പറയുന്ന നിമിഷം തന്നെ നിങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷ മുഴുവനും അതിൻ്റെ ആ ക്ലെയിംസ് മുഴുവനും ഈശോയുടെ കുരിശുബലിയിലൂടെ അത് നീങ്ങി മാറുകയാണ്. ഇപ്പം നമ്മൾക്ക് ഒരാൾക്ക് കടമുണ്ടെന്നിരിക്കട്ടെ. ഇപ്പോൾ ഒരു 30,000 രൂപ ഒരാൾക്ക് കൊടുക്കാനുണ്ട്. 30,000 രൂപ ഒരാൾക്ക് കൊടുക്കാനുണ്ട്. അപ്പം ആ 30,000 രൂപ കൊടുക്കാനുള്ള വ്യക്തി കടക്കാരനാണ്. എന്നാൽ വേറൊരാൾ വന്നിട്ട് ഈ വ്യക്തിക്ക് വേണ്ടി ഈ 30,000 സ്ഥലത്ത് 3 കോടി രൂപ കൊടുത്തു. 3 കോടി രൂപ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അതിനെന്നാ പറയുന്നത്? 30,000 രൂപ കൊടുക്കുന്ന സ്ഥലത്ത് 3 കോടി രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ 3 കോടി രൂപ എന്നുള്ളത് എന്താ പറയുക, ഓവർ പേയ്മെൻറ്റാണ് അല്ലേ? എത്രയോ മടങ്ങ് ഓവർ പേയ്മെൻറ്റാണ് കൊടുത്തേക്കുന്നത്. അപ്പം ഈശോയുടെ കുരിശുബലിയുടെ ആ ഒരു റെവലേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കണം. അതായത് നമ്മൾ ചെയ്ത പാപത്തിൻ്റെ ശിക്ഷയുടെ 10,000 മടങ്ങ് അതിന് മുകളിലുള്ള വില ഈശോ തൻ്റെ ബലിയിലൂടെ കൊടുത്തു കഴിഞ്ഞു. ഈശോയുടെ പരിഹാര ബലിയിലൂടെ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇത് ഈശോ കുരിശുബലിയിലൂടെ നമുക്ക് തൻ്റെ പരിഹാര ബലിയിലൂടെ പൂർത്തീകരിച്ചത് എന്തിനു വേണ്ടിയാണ്? ഇന്ന് ഏത് മനുഷ്യൻ ഈ സന്ദേശം, ഈശോയുടെ സ്നേഹത്തെയും കരുണയും കുറിച്ച് കേൾക്കുന്നു, ആ വ്യക്തി പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരണമെന്ന് ഈശോ അതിയായി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ലോകത്തിലുള്ള ഏത് മനുഷ്യനും എല്ലാവരും അറിയണം ഈശോ കുരിശിന് അവന് വേണ്ടി എന്താ ചെയ്തത് എന്ന്. അതാണ് ഈശോയുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇന്നിപ്പോൾ നമ്മൾ ഈശോയുടെ ഹൃദയത്തിന് ഏറ്റവും വലിയ ആഗ്രഹം എന്നാന്ന് ചോദിച്ചാൽ ഈശോ പറയും, ഞാൻ മണിക്കൂറുകളോളം നഗ്നനാക്കപ്പെട്ടതും അടിയേറ്റതും വേദന കൊണ്ട് പെടഞ്ഞു, അതൊക്കെ വേദനയാണ്. കർത്താവ് സൃഷ്ടാവാൻ ദൈവം മനുഷ്യനായി തീർന്നുകൊണ്ട് മനുഷ്യൻ്റെ വേദനകളുടെ പാരമ്യം മുഴുവൻ അനുഭവിച്ചു. പക്ഷെ ആ വേദനയെക്കാളും വലിയൊരു വിഷമം എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാം, നമുക്ക് സത്യത്തിൽ ഒരു വ്യക്തിക്ക് ഈശോ ക്രൂശിൽ എന്താണ് ചെയ്ത് കഴിഞ്ഞത് എന്ന് മനസ്സിലാക്കാതിരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ഏറ്റവും വലിയ വിഷമം. കാരണം അത്രമാത്രം നിന്നെ വ്യക്തിപരമായി കർത്താവ് സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ റോമാലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൽ അതിൻ്റെ 10-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. 9-ാം വാക്യം, ആകയാൽ ഇപ്പോൾ അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നാം അവൻ മൂലം ക്രോധത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നത് തീർച്ചയാണല്ലോ. നാം ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രൻ്റെ മരണത്താൽ ദൈവവുമായി രമ്യതപ്പെട്ടതിന് ശേഷം അവൻ്റെ ജീവൻ മൂലം രക്ഷിക്കപ്പെടുമെന്നതും തീർച്ച. മാത്രമല്ല, നമ്മുടെ കർത്താവായ ഈശോ വഴി നാം ദൈവത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. അവൻ വഴിയാണല്ലോ നാം ഇപ്പോൾ അനുരഞ്ജനം സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവവുമായിട്ട് നമുക്ക് അനുരഞ്ജനം സാധിച്ചിരിക്കുകയാണ് ഈശോയുടെ കുരിശുബലിയിലൂടെ. കർത്താവ്, ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നു, I have finished
എവ്രിതിങ് എല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൂർത്തീകരിച്ചിരിക്കുന്നു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ സമയത്ത്, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന ഡിക്ലറേഷൻ ദുഃഖവെള്ളിയാഴ്ച ദിവസം ഈശോ കാൽവരി മലമുകളിൽ റിലീസ് ചെയ്ത സമയത്ത് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചറിലേക്ക് ദൈവത്തിൻ്റെ ഈ പ്രപഞ്ചത്തെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സൃഷ്ടിച്ച ദൈവം തന്നെ ഭൂമിയിൽ കടന്നു വന്ന് നിയമത്തെ പൂർത്തീകരിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയായി തീർന്ന് ഈശോ ഡിക്ലെയർ ചെയ്തു, എവരിതിങ് ഈസ് ഫിനിഷ്ഡ്, എല്ലാം പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. നിനക്ക് വേണ്ടത് മുഴുവനും ഈശോയുടെ കുരിശുബലിയിലൂടെ അക്കംപ്ലിഷ് ചെയ്തു കർത്താവ്. എവരിതിങ് ഇസ് ഫിനിഷ്ഡ്. ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യനും വേണ്ടത് മുഴുവനും തൻ്റെ പരിഹാര ബലിയിലൂടെ ഈശോ പൂർത്തീകരിച്ചു. ആ പൂർത്തീകരിച്ച ഈശോയുടെ സാന്നിധ്യം ഇന്ന് എല്ലാവരുടെയും കൂടെ ഉണ്ട്. എല്ലാവരുടെയും കൂടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ കൂടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയുമ്പോഴാണ് ദൈവാത്മാവിൻ്റെ പ്രവർത്തനം അവിടെ തുടങ്ങുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അവിടെ ആരംഭിക്കുകയാണ്. ഇന്ന് ഞാനിത് സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളുടെ ജീവിതത്തിൽ വലിയ അനുതാപം ഉണ്ടാവുകയാണ്. നമുക്ക് കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം കൂടുതൽ ദൃഢമാകുവാൻ വേണ്ടി തുടങ്ങും, കൂടുതൽ ശക്തിപ്പെടാൻ വേണ്ടി തുടങ്ങും. ഈശോയുടെ സ്നേഹത്തിൻ്റെ ആ വലിയ ആ ഒരു ആഴങ്ങളൊക്കെ നമുക്കിങ്ങനെ മനസ്സിലാകാൻ വേണ്ടി തുടങ്ങും. അങ്ങനെയാണ് പൗലോസ്ലീഹയ്ക്ക് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാൻ വേണ്ടി തുടങ്ങിയത്. പലപ്പോഴും നമ്മൾ ഓർക്കും, ദൈവമേ എനിക്ക് ഇത്രയും കുറവൊക്കെ ഉണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും എനിക്ക് ഒരുപാട് വീഴ്ചകളും അല്ലേ ബലഹീനതകളും ഒക്കെ ഉണ്ടല്ലോ കർത്താവേ, ഞാൻ ഇതിൽ നിന്നൊക്കെ എങ്ങനെ കരയറാനാ, എനിക്കാണ് അതിൻ്റെ കൂടെ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടല്ലോ കർത്താവേ. നമ്മളൊക്കെ പലപ്പോഴും ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ പറയാറില്ലേ? അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കുറവുകളൊക്കെ നമുക്കുള്ളപ്പോൾ തന്നെ നമ്മൾ ഈശോയോട് കൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് റോമ 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം മുതൽ നമ്മളിങ്ങനെ കാണുന്നത്, യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചിരിക്കുന്ന നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. അപ്പം ഇന്ന് ഈശോയുടെ മരണത്തിൻ്റെ ദിവസമാണ്, ദുഃഖവെള്ളിയാഴ്ച ദിവസം. അപ്പം ഈശോയുടെ മരണത്തോട് നിങ്ങൾ ഐക്യപ്പെട്ടിരിക്കുന്നു. ഒന്നുകൂടെ പറയാം, ഈശോയുടെ മരണത്തോട് നിങ്ങൾ ഐക്യപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ഈശോയുടെ മരണത്തോട് ഐക്യപ്പെട്ട വ്യക്തിയാണ്. ചിലപ്പോൾ നിങ്ങളൊരു വിശ്വാസി അല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസി അല്ലായിരിക്കും, പക്ഷെ നിങ്ങളും ഈശോയുടെ മരണസമയത്ത് ഈശോയുടെ ഉള്ളിലുണ്ടായിരുന്നു. വചനം അതിന് തെളിവാണ്. ഹല്ലേലൂയ, ഈശോയെ ആരാധന. റോമാക്കാരുടെ ലേഖനം 5-ാം അധ്യായത്തിന് 18-ാം വാക്യം. റോമ 5:18. ഈശോയെ ആരാധന. ഞാൻ വായിക്കാം കേട്ടോ. റോമ 5:18. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ പാപം എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ ഒരു മനുഷ്യന്റെ നീതിപൂർവകമായ പ്രവൃത്തി എല്ലാവർക്കും ജീവദായകമായ നീതീകരണത്തിന് കാരണമായി. ഒരു മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യന്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും. ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. അവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ്, ഒരു മനുഷ്യന്റെ പാപം എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ ഒരു മനുഷ്യന്റെ നീതിപൂർവകമായ പ്രവൃത്തി എല്ലാവർക്കും ജീവദായകമായ നീതീകരണത്തിന് കാരണമായി. എല്ലാവർക്കും ജീവദായകമായ നീതീകരണം. എങ്ങനെയുള്ള നീതീകരണമാണ്? ജീവൻ നൽകുന്ന നീതീകരണം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശുബലിയുടെ ഫലങ്ങൾ ഇന്ന് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ മനുഷ്യരും അറിഞ്ഞും അറിയാതെയും അനുഭവിച്ചുകൊണ്ട് അതിൻ്റെ കീഴിൽ തന്നെ എല്ലാവരും നിൽക്കുന്നത്. എല്ലാ മനുഷ്യർക്കും ജീവദായകമായ നീതീകരണത്തിന് കാരണമായി, എല്ലാ മനുഷ്യർക്കും. അപ്പം നമ്മൾ ഈശോ എന്താണ് ക്രൂശിൽ ചെയ്തത് എന്നുള്ള കാര്യം പ്രസംഗിക്കുകയും അത് പഠിപ്പിക്കുകയും, അപ്പോൾ പലപ്പോൾ പരിശുദ്ധ കുർബാന എന്നത് തന്നെ ഈശോയുടെ കുരിശുബലിയാണ്, ഈശോയുടെ കുരിശുബലിയുടെ പൂർണ്ണതയാണ്.
അതുകൊണ്ടാണ് പലപ്പോഴും ഈ കല്യാണത്തിനൊക്കെ ചിലപ്പം എന്നോട് ചില ഹൈന്ദവ സഹോദരങ്ങളൊക്കെ പറയുന്നത്, നിങ്ങൾ കുർബാനയ്ക്ക് പോലും ഭയങ്കര സമാധാനമാണ്, കല്യാണ കുർബാനയാണ് പക്ഷെ ഭയങ്കര സമാധാനം, ഞങ്ങൾ അതിന് മാത്രമേ വരാറുള്ളൂ. നമ്മളിങ്ങനെ കല്യാണത്തിനൊക്കെ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുമ്പോഴേ, കല്യാണത്തിനോ എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ, മാമോദീസ കല്യാണമോ, പക്ഷെ അവരിപ്പോൾ ഭയങ്കര സമാധാനം. എന്തുകൊണ്ട് ഇത്രയും സമാധാനം അനുഭവിക്കാനുള്ള കാരണം? കാരണം ഈശോയുടെ കുരിശുബലിയുടെ സമയത്ത് ഈ ജീവദായകമായ കൃപയുടെ വാതിൽ തുറക്കപ്പെട്ടു, കരുണയുടെ വാതിൽ തുറക്കപ്പെട്ടു, ഗ്രേസിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു. ഇതെല്ലാവരിലേക്കും കടന്നു വരികയാണ്. ഇതുപോലത്തെ ഒരു ഗ്രേസിൻ്റെ സമാധാനം, കൃപയുടെ ആ സമാധാനം, അത് വേറൊന്നും കിട്ടത്തില്ല. മനുഷ്യൻ തിരയുന്ന ആത്മാവിൻ്റെ വലിയ സമാധാനം, അതിൻ്റെ ഉറവയാണ് ഈശോയുടെ കുരിശുബലി. ഈശോയുടെ കുരിശുബലി. ഇന്ന് നിങ്ങൾ ചില പാപത്തിൻ്റെ ചേറ്റുകുഴിയിൽ കിടക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ, ഈശോയെ അങ്ങയുടെ കരുണയെ ഞാൻ മുറുകെ പിടിക്കുന്നു, എൻ്റെ ഈശോയെ അങ്ങയുടെ കുരിശുബലിയിലൂടെ ഒഴുകിയിറങ്ങുന്ന കൃപയെ ഞാൻ മുറുകെ പിടിക്കുന്നു, പാപിയായ എന്നെ സ്വീകരിക്കണമേ എന്ന് പറയുമ്പോൾ ഈശോ അവിടെ നിന്ന് പറയും, ഈശോ പറയാനുള്ള ഇത്രയേ ഉള്ളൂ, മോനെ നിന്നെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, നിന്നെ ഞാൻ എന്നേ സ്വീകരിച്ചതാ, നിന്റെ ഉള്ളിൽ ഞാൻ ഇരിപ്പുണ്ട്, നിന്റെ കൂടെ ഞാനുണ്ട്, എൻ്റെ മരണത്തിൽ നീ സംസ്കരിക്കപ്പെട്ടതാ, നിന്റെ ഉള്ളിൽ തന്നെ ഞാൻ ജീവനായി വാഴുന്നു. ഹല്ലേലൂയ. ഒന്ന് ഓർത്ത് നോക്കിക്കേ, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിപ്പുണ്ട് ആള്, നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഈശോയുടെ സാന്നിധ്യമുണ്ട് എന്നത് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിറയാൻ തുടങ്ങും. ഇത് കേൾക്കുന്ന നിങ്ങളിത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവിൻ്റെ അഭിഷേകം നമ്മൾ നിറയപ്പെടും. പരിശുദ്ധാത്മാവിന് പ്രത്യേകത, പരിശുദ്ധാത്മാവിന് സ്ഥലമോ കാലമോ പരിമിതിയോ ഒന്നുമില്ല. ഇതിപ്പോൾ നിങ്ങൾ ഏത് ടൈം ഫ്രെയിമിൽ, 10 വർഷം കഴിഞ്ഞായിരിക്കും നിങ്ങളിപ്പോൾ ഈ സന്ദേശം കേൾക്കുന്ന, ആ സമയത്തും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിങ്ങളുടെ വീട്ടിൽ നിറയും. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത. എന്നാൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പോഴാണ് നമ്മൾ പാപത്തിന് മരിച്ചവനായിത്തീരുന്നത്. ഹല്ലേലൂയ. ഈശോയെ ആരാധന. റോമ 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, അവൻ മരിച്ചു, ഈശോ മരിച്ചു, പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു, അവൻ ജീവിക്കുന്നു, ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു, അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശുക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. ഈ സന്ദേശം ഈ ദുഃഖ വെള്ളിയാഴ്ച നിങ്ങൾ അറിയണം. എന്താണ്? നിങ്ങൾ പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണ്. നിങ്ങൾ ദൈവവുമായിട്ട് സെപ്പറേറ്റഡ് അല്ല. ദൈവവുമായിട്ടുള്ള സെപ്പറേഷൻ, അതിനെയാണ് പാപം എന്ന വേർഡിൻ്റെ അർത്ഥം തന്നെ ദൈവത്തിൽ നിന്നുള്ള അകൽച്ച. ഈശോയുടെ കുരിശുബലിയിലൂടെ ദൈവത്തോട് നിങ്ങൾ അനുരഞ്ജനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. പാപത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മരിച്ചവരായി. അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ട് എന്നോട് ചോദ്യം ചോദിക്കും, സഹോദര എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും തെറ്റുകൾ പറ്റുന്നുണ്ടല്ലോ, വേണ്ടെന്ന് വെച്ചിട്ടും ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും വരുന്നല്ലോ, അതെന്തുകൊണ്ട് എനിക്ക് അവോയ്ഡ് ചെയ്യാൻ ചില കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ശ്രമിക്കുന്നുണ്ടെങ്കിലും എനിക്ക് പറ്റുന്നില്ല. പലപ്പോഴും നമ്മുടെ മനസ്സ്, നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ ആരാണ് എന്നുള്ള ആ സത്യത്തെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെറുപ്പം മുതൽ കേട്ടുകൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിങ്ങനെ മനസ്സിൽ കിടക്കുന്ന കാരണം നമുക്കെപ്പോഴും നമ്മുടെ മൈൻഡിൽ നമ്മൾ പോലും അറിയാതെ ഒരു നിയമത്തിൻ്റെ കോൺഷ്യസ്നെസ്സാണ് നമ്മളെ ഭരിക്കുന്നത്. ഈശോയിലുള്ള വലിയ സ്വാതന്ത്ര്യമല്ല, നിയമത്തിൻ്റെ ആ കോൺഷ്യസ്നെസ് നമ്മളെ ഭരിക്കുന്നത് കാരണം എന്താ സംഭവിക്കുന്നത്? നമ്മൾ കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തെക്കാൾ ഉപരിയായിട്ട് എനിക്ക് ആ തെറ്റ് പറ്റിയാൽ അല്ലെങ്കിൽ എനിക്കൊരു വീഴ്ച വന്നാൽ ദൈവം എന്നെ എന്തെങ്കിലും ചെയ്യുമോ, ദൈവത്തെ സംബന്ധിച്ചുള്ള അകാരണമായൊരു ഭയം, ആ ഭയം നിമിത്തം ഗോഡ് എന്നുള്ള ആ ഒരു ദൈവം എന്ന് പറയുന്നത് തന്നെ ഒരു നിയമത്തിൻ്റെ പരിവേഷത്തിനുള്ളിലാണ് മനുഷ്യർ കാണുന്നത്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യം അവിടെ കാണുന്നില്ല. ആ സ്വാതന്ത്ര്യമില്ല, ആ റിലേഷൻഷിപ്പിൽ സ്വാതന്ത്ര്യമില്ല. ആ സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ട് തന്നെ അവിടെ വലിയൊരു ഗ്യാപ്പ് കിടക്കുക. അപ്പോൾ ഗ്യാപ്പ് കിടക്കുമ്പോൾ സ്വയത്തിൽ ആശ്രയിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ ക്ലിയർ ആക്കുവാനും കറക്റ്റ് ആക്കുവാനും ഒക്കെ ഇങ്ങനെ ശ്രമിക്കുന്നു, സ്നേഹിക്കാൻ ശ്രമിക്കുന്നു, ക്ഷമിക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ പറ്റുന്നില്ല. സ്നേഹിക്കണം എന്നുണ്ട്, ക്ഷമിക്കണം എന്നുണ്ട്, പക്ഷെ ദേഷ്യം വരികയാണ്, അല്ലെങ്കിൽ ചില വീഴ്ചകൾ വന്നു പോകുന്നു. എന്നാൽ ഈശോയുടെ കരുണ അനുഭവിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക്, അതാണ് പുതിയ നിയമം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലേക്ക് ഈശോയുടെ കുരിശുബലിയിലൂടെ നമ്മൾ പ്രവേശിക്കപ്പെട്ടിരിക്കുമ്പോൾ അവിടെ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? പുതിയ നിയമത്തിൽ എന്താണ് നമുക്ക് ലഭിക്കുന്നത്? പരിശുദ്ധാത്മാവ് തന്നെ നമ്മളെ വഴി നടത്തുകയാണ്. പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് ഗൈഡൻസ് തരികയാണ്. നമ്മളെ വേദനിപ്പിക്കുന്നവരോട് ക്ഷമിക്കുവാൻ, അവരെ സ്നേഹിക്കുവാൻ, അവരെ അനുഗ്രഹിക്കുവാൻ.
കർത്താവിൻ്റെ കരുണയുടെ അഭിഷേകം കർത്താവിൻ്റെ കരുണ നമ്മളെ പ്രേരിപ്പിക്കും സഹോദരങ്ങളെ. ഈശോയെ നിന്റെ കരുണയിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു എന്ന് വിശ്വാസത്തോടെ ഒന്ന് പറഞ്ഞു. എൻ്റെ ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു. ഐ ആം കംപ്ലീറ്റ്ലി റിലയിങ് ഓൺ യുവർ മേഴ്സി ജീസസ്. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു. ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. ഞാൻ നിന്നിൽ അഭയം പ്രാപിക്കുന്നു ഈശോയെ, നിന്നിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു, വേറെ ഒന്നിലുമല്ല. നിന്നിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു യേശുവെ, നിന്നിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു യേശുവെ. പറഞ്ഞു തുടങ്ങിക്കോ. വലിയൊരു അഭിഷേകം നമ്മുടെ ഭവനങ്ങളിൽ നിറയപ്പെടുന്നു. നിന്നിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു യേശുവേ, നിന്നിൽ ഞാൻ അഭയം പ്രാപിക്കുന്നു. ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യുവർ മേഴ്സി. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈ ഒരു ബോധ്യം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കുമ്പസാരം പോലും കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറയപ്പെടുന്നതിനുള്ളൊരു അവസരമായി നമ്മുടെ ജീവിതത്തിൽ മാറുകയാണ്. എല്ലാ കൂദാശകളും പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നമ്മൾ നിറയപ്പെടുന്നതിനുള്ള അവസരമായി മാറുകയാണ്. അപ്പോഴാണ് വചനത്തിൻ്റെ ശക്തി നമ്മൾ വെളിപ്പെടുന്നത്. അല്ലെങ്കിൽ പലപ്പോഴും ആൾക്കാർ ചോദിക്കും, ഈശോയുടെ രക്തം നമ്മുടെ സകല പാപങ്ങളെയും കഴുകി വിശദീകരിക്കും നിങ്ങൾ പറയുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്താ അർത്ഥമാക്കുന്നത്? പാപം ചെയ്യാനുള്ള ലൈസൻസ് മനുഷ്യന് ദൈവം കൊടുക്കുവാണോ? അല്ല. ഈശോയുടെ തിരുരക്തം നമ്മുടെ പാപങ്ങളെ കഴുകി വിശദീകരിക്കുന്നതിലൂടെ ആത്മാവിൻ്റെ അഭിഷേകം നമ്മൾ നിറയപ്പെടാൻ ദൈവം വഴി തുറന്നു. അതാണ് അവിടെ സംഭവിക്കുന്നത്. ആത്മാവിൻ്റെ അഭിഷേകം ദൈവത്തിൽ നിന്ന് ലഭിച്ച ഒരു വ്യക്തി പാപത്തെ സംബന്ധിച്ചിടത്തോളം അവൻ മരിച്ചവനായി തീരുന്നു. അതാണ് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡിഡ് യു ഗെറ്റ് മൈ പോയിന്റ്? റോമ 6-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. നിങ്ങൾ പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായി. യു ആർ ഡെഡ് ടു സിൻ. പറഞ്ഞു, ഞാൻ പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവനാ. എൻ്റെ മേൽ ആധിപത്യം എൻ്റെ ഈശോയ്ക്ക്, എൻ്റെ ഈശോയുടെ ആത്മാവിനാ. പറഞ്ഞു, നമ്മൾ അതിർന്ന് പറയണം, എൻ്റെ മേൽ ആധിപത്യം എൻ്റെ ഈശോയുടെ ആത്മാവിന്. ഹല്ലേലൂയ. പക്ഷെ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ പല സമയത്തും പല കാര്യങ്ങളിലും നമുക്ക് എന്താ പറയുന്നത്, നമ്മൾ ഓരോ സ്ട്രഗിൾസിനകത്തു കൂടെയും ഓരോ കാര്യത്തിലൂടെയൊക്കെ കയറി ഇറങ്ങി പോകുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ ബലഹീനമാക്കപ്പെടും. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ ലഭിച്ച സ്ഥൈര്യലേപനത്തോടെ നമുക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ നൽകി, നമ്മുടെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്. എന്നാൽ നമ്മൾ ബലഹീനമാക്കപ്പെടുമ്പോൾ, നമ്മൾ ഇടറി വീഴുമ്പോൾ എപ്പോഴും ഓർത്തോളുക, നമ്മൾ വീഴുന്ന സമയത്ത് നമ്മൾ അവിടെ തനിച്ചല്ല വീഴുന്നത്, കർത്താവിൻ്റെ കരത്തിൻ്റെ ഉള്ളിലേക്കാണ്. പത്രോസ്ലീഹ വെള്ളത്തിന് മുകളിലൂടെ നടന്നില്ലേ? എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയ സമയത്ത് കാറ്റും പ്രതികൂലവും കൊടുങ്കാറ്റും ഒക്കെ കണ്ടപ്പോൾ ആള് പതറിപ്പോയി, ആള് വെള്ളത്തിലേക്ക് മുങ്ങി വീണു. നമ്മൾ ലോകത്തിൽ ഇന്ന് സഞ്ചരിക്കുമ്പോൾ, നമ്മൾ ജോലി സ്ഥലത്തും വീട്ടിലും പല കാര്യത്തിനോട് ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മുടെ ചുറ്റും ഒരുപാട് മനുഷ്യർ കർത്താവിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഒരുപാട് വറീഡായിട്ടുള്ളൊരു ലോകത്താണ്. അപ്പം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന സമാധാനം കിട്ടാത്ത ഒരു മനുഷ്യൻ സബ്സ്റ്റിറ്റ്യൂട്ടിനെ തരും. അത് മദ്യത്തിൽ തരയും, സ്ത്രീയിൽ തരയും, ലോകത്തിൽ. സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈംഗിക അടിമത്തത്തിലൊക്കെ മനുഷ്യർ പോകുന്നതിൻ്റെ കാരണം എന്താ? അവർക്ക് കർത്താവിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ഗ്രേസ്, അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അഭിഷേകമുണ്ട്, ഒരു പീസുണ്ട്, ഒരു സമാധാനമുണ്ട്, ഒരു സന്തോഷമുണ്ട്. അത് മനസ്സിൽ അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് അതിനെ ആസ്വദിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ അത് ആ ഒരു സംതൃപ്തി, ആ ഒരു പരിശുദ്ധാത്മാവിലുള്ള ആ വലിയൊരു അഭിഷേകം, ആ ഒരു അഭിഷേകത്തിൻ്റെ അപര്യാപ്തത വരുമ്പോൾ മനുഷ്യൻ മറ്റുള്ള സംഭവങ്ങളിലേക്ക് തെരഞ്ഞു പോവുകയാണ്. അപ്പോൾ ഇത് ദൈവത്തിനറിയാം മനുഷ്യൻ ആത്യന്തികമായിട്ട് തിരയുന്നത് കർത്താവിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യമാണ്, വേറെ ഒന്നുമല്ല. കർത്താവിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം ഒരു മനുഷ്യാത്മാവിൽ നിറയപ്പെടുമ്പോൾ അവൻ മറ്റ് പലതിലും ഉള്ള അവൻ്റെ ആ ഒരു ക്യൂരിയോസിറ്റി അതിൽ നിന്ന് മാറിപ്പോവുക. അത് അവന് വേണ്ട. കാരണം അവന് അതിലും വലിയൊരു സന്തോഷം കിട്ടി, അതിലും വലിയൊരു അനോയിറ്റിങ് കിട്ടി, അതിലും വലിയൊരു ഗ്രേസ്, അതിനേക്കാളൊക്കെ ഒത്തിരി സന്തോഷം അവന് കിട്ടുന്ന പരിശുദ്ധാത്മാവിനെ അവന് കിട്ടി. പരിശുദ്ധാത്മാവിനെ കിട്ടിയ ഒരു വ്യക്തി പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവനാണ്. പിന്നെയോ അവൻ്റെ ഉള്ളിൽ ജീവനായ ക്രിസ്തു വാഴുകയാണ്, ജീവിക്കുകയാണ്. നിന്റെ ഉള്ളിൽ ജീവനായ ക്രിസ്തു വാഴുന്നുണ്ട്, നിന്റെ ഉള്ളിൽ ജീവനായ ക്രിസ്തു ഉണ്ട്, നിന്റെ ഉള്ളിൽ ക്രിസ്തു ജീവിക്കുന്നുണ്ട്, ഹീ ഈസ് ലിവിങ് ഇൻസൈഡ് ഓഫ് യു. ജീവനോടെ നിന്റെ ഉള്ളിൽ യേശു ക്രിസ്തു, ഈശോ, കർത്താവ്, മഹത്വത്തിൻ്റെ രാജാവ് നിന്റെ ഉള്ളിൽ ജീവിക്കുകയാണ്, വാഴുകയാണ്. നിന്റെ ഉള്ളിൽ വാഴുന്ന എൻ്റെ കർത്താവ്, എൻ്റെ സ്വന്തം, എൻ്റെ ജീവനായ, എൻ്റെ സ്വന്തം, എൻ്റെ ഈശോ, എൻ്റെ ഉള്ളിലുള്ളവൻ, എൻ്റെ കൂടെയുള്ളവൻ, എൻ്റെ കൂടെ നിൽക്കുന്നവൻ,
ഇന്ന് വ്യക്തിപരമായി ദുഃഖ വെള്ളിയാഴ്ച ഈ സന്ദേശത്തിൽ നിന്ന് റിസീവ് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കുന്നവൻ അതായത് ഇപ്പം നമുക്കൊരു ബലഹീനത വരുമ്പോൾ തന്നെ ഓർത്ത് എൻ്റെ ഉള്ളിൽ വസിക്കുന്ന എൻ്റെ ഭാഗമായി തീർന്ന എൻ്റെ ഈശോ എനിക്ക് വേണ്ടി ബലിയായി തീർന്നതിലൂടെ ഞാൻ നീതീകരിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന എൻ്റെ ക്രിസ്തു ഈ സാഹചര്യത്തിൽ നിന്ന് പുറത്തു വരുവാൻ എന്നെ ശക്തിപ്പെടുത്തും. ആ ബലഹീനതയിൽ നിന്ന് നീ നിൻ്റെ ഉള്ളിലെ ക്രിസ്തുവിലൂടെ പുറത്തു വരും. ആ ബലഹീനതയ്ക്ക് പുറത്തേക്ക് നീ എങ്ങനെയാണ് പ്രവേശിക്കുന്നത്? നിന്റെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ശക്തിയിലൂടെ നീ അതിൻ്റെ പുറത്തേക്ക് കടന്നു വരും. ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും ആവസിക്കുന്നത് എന്ന് പൗലോസ്ലീഹയെ നോക്കി ഈശോ പറയുന്നു അല്ലേ. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ ബോറടിക്കുന്നുണ്ടോ? ഇതൊക്കെ വെള്ളിയാഴ്ചയാണ്. നമ്മളിന്ന് പ്രാർത്ഥനയുടെ ദിവസമാണ്. ഇന്നത്തെ ദിവസം കുറച്ച് വചനമൊക്കെ നമുക്ക് കേൾക്കാം, ഒരു കുഴപ്പമില്ല. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അവിടുന്ന് എന്നോട് അരുളിച്ച് നിനക്ക് എൻ്റെ കൃപ മതി, എന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എന്ത് ശക്തിയാണ്? ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ ശക്തി, ക്രിസ്തു എവിടെ ഇരിക്കുന്നത്? ക്രിസ്തു എൻ്റെ ഉള്ളിലായിരിക്കും, ക്രിസ്തു നിൻ്റെ ഉള്ളിലായിരിക്കുന്നത്. എൻ്റെ ഉള്ളിലും നിൻ്റെ ഉള്ളിലും ക്രിസ്തു ഇരിപ്പുണ്ട്. അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ ശക്തി പൂർണ്ണമായും നിന്നിൽ ആവസിക്കുന്ന എപ്പോഴാ? നിൻ്റെ ബലഹീനത. അപ്പോൾ നമ്മൾ ഓരോ തവണ കുമ്പസാരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിൻ്റെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ശക്തി നിന്നിൽ ആവസിക്കുകയാണ്. നിന്നിൽ എക്സ്റ്റേണൽ മാൻ, എൻ്റെ പുറമേയുള്ള മനുഷ്യന് കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്. അകത്തിരിക്കുന്ന ക്രിസ്തുവിന് കുറവില്ല. അപ്പോൾ പുറമേയുള്ള മനുഷ്യൻ്റെ കുറവിനെ നമ്മൾ ഏറ്റുപറയുമ്പോൾ അല്ലെങ്കിൽ നമ്മളതിനെ ഷെയർ ചെയ്യുമ്പോൾ അകത്തിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ശക്തി നമ്മൾ വർദ്ധിക്കുകയാണ്, ആവസിക്കുകയാണ്. ഹല്ലേലൂയ, ഈശോയെ ആരാധന. കൊളോസ്സോസ് ലേഖനത്തിൽ ഇതേപോലൊരു കാര്യം പൗലോസ് പറയുന്നുണ്ട് 3-ാം അധ്യായത്തിൽ. ഈശോ ഇന്ന് വലിയൊരു അഭിഷേകത്തിൻ്റെ ദിവസമാകട്ടെ. ഈ ദുഃഖവെള്ളിയാഴ്ച പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിൻ്റെ അഭിഷേകം അതിശക്തിയോടെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുകയാണ്. കൊളോസ്സോസ് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യം. ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവാൻ ഭൂമിയിലുള്ള വസ്തുക്കളില്ല, പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവാൻ. എന്തെന്നാൽ നിങ്ങൾ മൃതരായിരിക്കുന്നു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. കൊളോസസ് 1:27. ഇതിന് ഒരധ്യായം മുമ്പ് പൗലോസ് പറയുന്നുണ്ട്, മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. 1-ാം അധ്യായം 27-ാം വാക്യം. 3-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. അപ്പം ദൈവവും നിങ്ങളുമായിട്ടുള്ള ദൂരം ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ നീങ്ങി മാറി. ദൈവവും നിങ്ങളുമായിട്ടുള്ള ആ ഒരു സെപ്പറേഷൻ ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ നീങ്ങി മാറി. ഇന്ന് ദൈവവും നിങ്ങളും എന്ന് പിതാവാൻ ദൈവം നിങ്ങളെ നോക്കുമ്പോൾ അവിടെ ഒരാളുടെ ജീവൻ നിങ്ങളുടെ ഉള്ളിൽ ഇരിപ്പുണ്ട്. ആരുടെ? ക്രിസ്തുവിൻ്റെ ജീവൻ, ദൈവിക ജീവൻ. ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത്, യോഹന്നാൻ 10:10, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനാണ്. അത് സമൃദ്ധമായി നിങ്ങളിൽ ഉണ്ടാകുന്നതിന് വേണ്ടി ഞാൻ വന്നിരിക്കുന്നു. ഐ ഹാവ് കം ടു ഗീവ് യു ലൈഫ്. ഈശോയുടെ ജീവൻ, ആ ജീവൻ ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ ഇരിപ്പുണ്ട്. കൊളോസസ് 3:3, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. ഒരു വലിയ മിസ്റ്ററിയാണെന്ന് പറയുന്നത്. ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നിങ്ങളുമായിട്ടുള്ള ദൂരമൊക്കെ മാറി. ദൈവം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, ഉള്ളിൽ തന്നെയുണ്ട്. അപ്പം നമ്മുടെ ബലഹീനതകളും കുറവുകളും ഒക്കെ എബ്രായർ 4:16 നമ്മൾ കാണുന്നില്ല. വേണ്ട സമയത്ത് കരുണയും കൃപാവരം ലഭിക്കുന്നതിനായിട്ട് പ്രത്യാശയോടെ കൃപാവരത്തിൻ്റെ സിംഹാസനത്തെ നമുക്ക് സമീപിക്കാം. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, ഉള്ളിൽ ദൈവികമായ ജീവൻ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, കാൽവരി മലമുകളിലെ എൻ്റെ ഈശോയുടെ പരിഹാര ബലിയിലൂടെ അവിടുന്ന് എനിക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ച് ഇന്ന് എൻ്റെ ഉള്ളിൽ വന്ന് അവിടുന്ന് വസിക്കുന്നു. വേർ ഈസ് ഹി നൗ? ഈശോ എവിടെയാ? എൻ്റെ ഉള്ളിലാ. നിൻ്റെ ഉള്ളിൽ ഈശോ ഇരിക്കുക.
ഇനി ഇത് ഇത്രയും വചനങ്ങൾ നമുക്ക് മനസ്സിലായതേ ഉള്ളൂ. എഫെസോസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പിടികിട്ടത്തില്ല. എന്നാൽ പലപ്പോഴും നമ്മൾ എഫെസോസ് ലേഖനം ഞാൻ 2-ാം അധ്യായമൊക്കെ എടുക്കുന്ന സമയത്ത് ആൾക്കാർക്ക് കൺഫ്യൂഷൻ, ഇതെന്നെ ഈ പറയുന്നതൊക്കെ അവർക്ക്. ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ ഇനി എഫെസോസ് ലേഖനം 2-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കണം. എഫെസോസ് ലേഖനം 2-ാം അധ്യായം ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുകയാണ്. ഇനി നിങ്ങൾക്കിത് വായിക്കാൻ വ്യക്തമായിട്ട് മനസ്സിലാവും. അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു, ഇപ്പോഴല്ല, അന്ന് ഈ ലോകത്തിന്റെ ഗതി പിന്തുടർന്നും അനുസരണക്കേടിന് മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശന് അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത്. അനുസരണക്കേടിന് ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു. നമ്മളും മറ്റുള്ളവരെ പോലെ സ്വഭാവേന ക്രോധത്തിന് മക്കളായിരുന്നു. ഇതെല്ലാം പാസ്റ്റ് ടെൻസിലാണ് പറയുന്നത്. കാരണം ഈശോ ഉള്ളിൽ വന്ന ഒരു വ്യക്തി എന്താണെന്നുള്ളത് ഇനിയുള്ള വാക്യങ്ങളിലാണ് വ്യക്തമാക്കുന്നത്. 4 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ, നിങ്ങൾ നിങ്ങളുടെ ബൈബിളും കൂടെ എടുത്ത് വായിക്കണം, അല്ലേ? ഇത് എൻ്റെ ബൈബിൾ മാത്രം, എല്ലാവരുടെ ബൈബിളും സെയിമാണ്. നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. നിങ്ങൾ രക്ഷപ്പെട്ടു. കൃപയാൽ. എങ്ങനെ നിങ്ങൾ രക്ഷപ്പെട്ടെ? കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. ദൈവത്തിന് അനന്ത കരുണയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. യേശുക്രിസ്തുവിനോട് കൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോട് കൂടെ ഇരുത്തുകയും ചെയ്തു. അനീഷേ, ഈ 6-ാം വാക്യം എനിക്ക് പിടികിട്ടുന്നില്ലല്ലോ, ഒന്നും കൂടെ വായിക്കാം. അപ്പം ചിലപ്പോൾ ഇത് വായിക്കുമ്പോൾ ചിലപ്പോൾ ചോദ്യം വരും, പിടികിട്ടുന്നില്ലല്ലോ, അതെങ്ങനെ ശരിയാകുന്നത്? യേശുക്രിസ്തുവിനോട് കൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോട് കൂടെ ഇരുത്തുകയും ചെയ്തു. സ്വർഗത്തിൽ അവനോട് കൂടെ ഇരുത്തുകയും ചെയ്തു. ഇപ്പം ഇരുത്തുകയും ചെയ്തു എന്നുള്ള ഫ്യൂച്ചർ ടെൻസ് അല്ല. സ്വർഗത്തിൽ ഇരുത്തും, സ്വർഗത്തിൽ ഇരുത്താൻ പോകുന്നു, സ്വർഗത്തിൽ ഇരുത്തുമായിരിക്കും, അങ്ങനെ ഒന്നും അല്ല അവിടെ പറഞ്ഞേക്കുന്നത്. സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. യു ആർ സീറ്റഡ് വിത്ത് ഹിം ഇൻ ദ ഹെവൻലി പ്ലേസസ്. അപ്പോൾ ഇതൊരു സ്പിരിച്വൽ മിസ്റ്ററി. ഈശോ ഉള്ളിൽ വസിക്കുന്ന ഒരു വ്യക്തി, നിങ്ങളായിരിക്കുന്ന ഒരു വലിയ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവായിരിക്കുന്ന ആ സ്വർഗീയ മഹത്വം, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്, നിങ്ങളുടെ ചുറ്റുമുണ്ട്, നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. നിങ്ങളുടെ ഉള്ളിലുണ്ട്, നിങ്ങളുടെ ചുറ്റുമുണ്ട്, നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. ഇതാണ് കുരിശിലെ യേശുവിൻ്റെ ബലിയിലൂടെ, പരിശുദ്ധ കുർബാനയിലൂടെ ഇത്ര വലിയ ആത്മീയമായ സ്വർഗലോകത്തിൻ്റെ ആ മിസ്റ്ററീസ് എല്ലാം ഓപ്പൺഡ് അപ്പായി നമ്മളെ സ്വർഗീയ സ്ഥലങ്ങളിൽ ദൈവം ഇരുത്തിയേക്കുവാണ്. അപ്പോൾ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ, ഈ തിരിച്ചറിവോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ പ്രാർത്ഥനയുടെ ശക്തി എത്രമാത്രമായിരിക്കും. ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തിയുടെ പ്രാർത്ഥനയുടെ ശക്തി സ്വർഗത്തിൽ ഈശോയുടെ കൂടെയാണ്. ഈ സ്വർഗം എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും സോളാർ സിസ്റ്റത്തിന് വെളിയിലെങ്ങാണ്ടുള്ള വേറെ എങ്ങാണ്ടുള്ള ഒരു സ്ഥലമായിട്ടൊക്കെയാണ് നമ്മളിങ്ങനെ ചിന്തിച്ച് വെച്ചേക്കുന്നത്. ഈശോ അത് പറഞ്ഞ് നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. നമ്മളീ പറഞ്ഞ ദൈവരാജ്യം എന്നുള്ളത് ഇറ്റ്സ് എ സ്പിരിച്വൽ വേൾഡ്. സ്വർഗരാജ്യം, ദൈവരാജ്യം, അത് സ്പിരിച്വൽ വേൾഡാണ്. ഈ ഭൂമി നമ്മുടെ ചുറ്റും തന്നെയുണ്ട്, ആത്മാവിൽ. അതായത് നമുക്ക് കാണാൻ പറ്റുന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ചുറ്റും സ്വർഗത്തിലെ എല്ലാവരും, പരിശുദ്ധ അമ്മയും യൗസേപ്പ് പിതാവും എല്ലാ വിശുദ്ധരും എല്ലാവരും നമ്മുടെ ചുറ്റും തന്നെയുണ്ട്. ഹെബ്രായർ 11-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ 3-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, ദൈവത്തിൻ്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടെന്നും കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായി എന്ന് വിശ്വാസം മൂലം നാം അറിയുന്നു. അപ്പം നമ്മളിപ്പോൾ കാണുന്ന ലോകം കാണപ്പെടുന്നത്, ഇതുണ്ടായത് എവിടുന്ന? കാണപ്പെടാത്തവയിൽ നിന്ന്. അപ്പം ആദ്യം എക്സിസ്റ്റ് ആയത് എന്താണ്? കാണപ്പെടാത്തവ. ആ കാണപ്പെടാത്ത എവിടെയാണ്? നമ്മുടെ ചുറ്റും തന്നെയുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഈ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്ന ഇതെല്ലാം നമ്മുടെ ചുറ്റും തന്നെയാണ്, നമ്മുടെ ഇടയിൽ തന്നെയാണ്. ആൻഡ് യു ആർ സീറ്റഡ് വിത്ത് ഹിം. ഈശോയുടെ കൂടെ നിങ്ങൾ സ്വർഗത്തിൽ ഇരിക്കുന്നു. അതായത് ഈ ദൈവരാജ്യത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ പ്രവേശിക്കപ്പെടണം. ഓരോ മനുഷ്യനും, ഈ ഭൂമിയിലുള്ള എല്ലാവരും ഈ ഒരു തിരിച്ചറിവിലേക്ക് പ്രവേശിക്കപ്പെടുന്നതിലൂടെ ആ മനുഷ്യൻ്റെ ആത്മാവിൽ ദൈവിക സമാധാനം നിറയപ്പെടുകയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവനെ വഴി നടത്തുകയും ചെയ്യും. അതിലൂടെ അവൻ ദൈവിക സമാധാനത്തിൽ നിറയപ്പെടും. ഇതാണ് വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഹൃദയത്തോട് ഈശോ സംസാരിച്ച മെസ്സേജ്.
ജസ്റ്റ് എൻ്റെ കരുണയെക്കുറിച്ച് പറയാമെന്ന് മാത്രമല്ല, ഈ കാര്യം ബോധ്യപ്പെടുത്തി കഴിയുമ്പോൾ ആൾക്കാരുടെ ഹൃദയത്തിനകത്ത് വലിയ സന്തോഷം, വലിയൊരു സ്നേഹം അങ്ങ് പൊട്ടിപ്പുറപ്പെടും, അനുതാപം അങ്ങ് പൊട്ടിപ്പുറപ്പെടും. അനുതാപം എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. അനുതാപം എന്നുള്ളത് എന്താ? നമ്മുടെ കൂടെ ഇരിക്കുന്ന, ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്ന ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം ആരംഭിക്കുക. മഗ്ദലക്കാരി മറിയത്തെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വേണ്ടി ഒരു സമൂഹം മുഴുവനും കൊണ്ടുവരുമ്പോൾ ഈശോ അവരെ നോക്കി പറയും, നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ കല്ലെറിയട്ടെ. ഈശോ അവളെ ചേർത്ത് നിർത്തി. ഈശോ അവളെ കൈവിട്ടില്ല. ഈശോ അവളെ അക്സെപ്റ്റ് ചെയ്തു. ലോകം അക്സെപ്റ്റ് ചെയ്തില്ല. നിയമത്തിന്റെ ശിക്ഷ അവളുടെ മേൽ ആരോപിക്കപ്പെട്ടു. അവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറഞ്ഞു. വ്യഭിചാരിണിയാണ്, പാപിനിയാണ്, സമൂഹം മുഴുവൻ ഒറ്റപ്പെടുത്തുകയാണ്. ആ സമയത്ത് ഈശോ അവളെ അക്സെപ്റ്റ് ചെയ്തു, റിസീവ് ചെയ്തു, സ്വന്തമാക്കി, ചേർത്ത് നിർത്തി. പക്ഷെ അവൾ പാപത്തിൽ തുടർന്നോ? ഇല്ല. കർത്താവിന്റെ കൃപയുടെ വലയത്തിനുള്ളിലേക്ക് അവൾ പ്രവേശിക്കപ്പെട്ടു. സഭ വിശുദ്ധ മഗ്ദലക്കാരി മറിയത്തെ എങ്ങനെ വിളിക്കുന്നത്? സെയിന്റ് മേരി മാഗ്ദലിൻ, വിശുദ്ധ മേരി മാഗ്ദലിൻ. അവൾ പാപത്തിന് മരിച്ചവളായി തീർന്നു. ഇതാണ് ഈശോയുടെ കൃപയുടെ അഭിഷേകം. ഇത് ബുദ്ധിക്ക് അളക്കുന്നതിനും അപ്പുറമാണ്. ഇതിൻ്റെ വാതിൽ സ്വർഗം തുറന്നിട്ടേക്കുവാണ്. ലോകം മുഴുവനും എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടേക്കുവാണ്. ഈ വേറൊരു കാര്യം ദൈവത്തിന് കൊടുക്കാനില്ല. അത്രമാത്രം ദൈവം ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയും മനസ്സിലാക്കുക. കുരിശിലെ ബലിയിലൂടെ, ഈശോയുടെ പരിശുദ്ധ കുർബാനയിലൂടെ നിങ്ങൾ ദൈവവുമായി അനുരഞ്ജനത്തിലേക്ക് കടന്നു വന്നു. ദൈവത്തിന് സ്വന്തമായി തീർന്നു. കൊളോസസ് 1:20. ഹല്ലേലൂയ. കൊളോസസ് 1:20 പറഞ്ഞ സ്വർഗത്തിലെ ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും ഈശോയിലൂടെ പിതാവാൻ ദൈവത്തോട് അനുരഞ്ജനത്തിലേക്ക് അവിടുന്ന് കൊണ്ടുവന്നിരിക്കുന്നു. അത് മാത്രമല്ല, റോമ 5 നമ്മൾ തൊട്ടുമുമ്പ് വായിച്ച വാക്യം 11 വാക്യം, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു വഴി നാം ദൈവത്തിൽ അഭിമാനിക്കുകയും ചെയ്യുന്നു. അവൻ വഴിയാണല്ലോ നാം ഇപ്പോൾ അനുരഞ്ജനം സാധിച്ചിരിക്കുന്നത്. യു ആർ റിക്കൺസിൽഡ് വിത്ത് ഗോഡ് ആൻഡ് ഗോഡ് ഈസ് ഡ്വെല്ലിംഗ് വിത്തിൻ യു ആൻഡ് ഹി ലവ്സ് യു സോ മച്ച്. ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളെ ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിലൂടെ അനേകരെ ഈശോയുടെ സ്നേഹത്തിലേക്ക്, നിങ്ങളിലൂടെ അനേകർ പ്രവേശിക്കുവാൻ ഈശോ ആഗ്രഹിക്കുന്നു. എന്നാൽ ആദ്യമേ നമ്മൾ ഓരോരുത്തരും ആ സ്വസ്ഥതയുടെ, സമാധാനത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരണമെന്ന് ഈശോ ആഗ്രഹിക്കുക. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് ഇതൊക്കെ വെള്ളിയാഴ്ച ദിവസം നമുക്ക് വേണ്ടി ബലിയായി തീർന്നവനെ നമുക്ക് ധ്യാനിക്കാം. ഈശോയുടെ കുരിശു ബലിയിലൂടെ ഒഴുകിയിറങ്ങുന്ന അനന്തമായ കരുണയെ സ്വീകരിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങുന്ന തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങനെ ശരണപ്പെടുന്നു. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന നമ്മുടെ ജീവനായ ക്രിസ്തുവുമായി അഭേദ്യമായ ഒരു പ്രണയബന്ധത്തിലേക്ക് സ്വർഗം ഇന്ന് നമ്മളെ പ്രവേശിക്കുമാറാകട്ടെ. യു ആർ നോ ലോങ്ങർ സെപ്പറേറ്റഡ് വിത്ത് ഗാഡ്. യു ആർ കണക്റ്റഡ് വിത്ത് ഹിം. യു ആർ സീറ്റഡ് വിത്ത് ഹിം ഇൻ ദ ഹെവൻലി പ്ലേസസ്. Far above, far higher than all the principalities, all the powers of darkness, above all your problems, you are seated with him in the heavenly places. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും വളരെയധികം മുകളിൽ യു ആർ സീറ്റഡ് വിത്ത് ഹിം ഇൻ ദ ഹെവൻലി പ്ലേസസ്. എന്നാൽ സ്വർഗീയ അഭിഷേകം ഞങ്ങളായിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും അറിയപ്പെടുന്നതിനായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാ ചില ജീവിതങ്ങളെ ടേക്ക് ഓവർ ചെയ്യുന്നു. മേരി മാഗ്ദലിന്റെ ലൈഫിനെ ടേക്ക് ഓവർ ചെയ്ത പോലെ God's Spirit is going to take over so many people. പരിശുദ്ധാത്മാ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ സിമ്പിളാവും, ഹമ്പിളാവും. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മളെ സിമ്പിളാക്കും, നമ്മളെ കൈൻഡ് ആക്കും. നമ്മുടെ ഈ പഴയ നിയമത്തിലായിരുന്നു ഈ അന്നത്തെ കാലത്തെ മതപുരോഹിതരും ഫരിസേർക്കൊക്കെ ഭയങ്കര റിജിഡാണ്. അവർക്ക് ഭയങ്കര സെപ്പറേഷനാണ് മനുഷ്യരുമായിട്ട്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തുടങ്ങിയപ്പോൾ സെയിൻറ്റ് പീറ്റർ, സെയിൻറ്റ് പോൾ അവരൊക്കെ മനുഷ്യരുമായിട്ട് ഭയങ്കരമായിട്ട് മനുഷ്യരുടെ കൂടെ, കാരണം വലിയ തിരിച്ചറിവിലേക്ക് പരിശുദ്ധാത്മാവ് വഴി നടത്തുകയാണ്. ഗോഡ് ഈസ് വിത്ത് അസ്, ഗോഡ് ഈസ് വിത്തിൻ അസ്, ഗോഡ് ഈസ് അറൗണ്ട് അസ്. നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഇവിടെ സെപ്പറേഷൻ ഒന്നുമില്ല, വിഭാഗീയതകളൊന്നുമില്ല. എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്ന ആ വലിയ സ്നേഹമാണ് കുരിശിൽ വെളിപ്പെട്ടത്. അതിലൂടെ ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരെയും ദൈവം അക്സെപ്റ്റ് ചെയ്യുന്നു. ആൻഡ് ഗോഡ് ഈസ് ടെല്ലിങ് യു റൈറ്റ്. ഈശോ നിങ്ങളെ നോക്കി ചേർത്ത് നിർത്തി. ദുഃഖ വെള്ളിയാഴ്ച ദിവസം ഈശോ പറയുന്നു ഇത്ര മാത്രമേ ഉള്ളൂ: നിന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്യും, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിന്നെ ഞാൻ സ്വീകരിക്കുന്നു. യു ആർ അക്സെപ്റ്റഡ്, യു ആർ ലവ്ഡ്. നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. നീ ആര് സ്നേഹിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ഈശോ സ്നേഹിക്കുന്നു. ഈശോയുടെ സ്നേഹമായിട്ട് കുറയാൻ പോകുന്നില്ല, കൂടത്തേ ഉള്ളൂ ഓരോ ദിവസം. ഈശോ നിന്നെ സ്നേഹിക്കുന്നു, ഈശോ നിന്നെ അംഗീകരിക്കുന്നു, ഈശോ നിന്നെ മനസ്സിലാക്കുന്നു, ഈശോ നിന്നെ ഉൾക്കൊള്ളുന്നു, ഈശോ നിന്നെ ചേർത്ത് നിർത്തുന്നു, ഈശോ നിന്റെ കൂടെയുണ്ട്. ഈശോയ്ക്ക് പറയാൻ ഒന്ന് മാത്രമേ ഉള്ളൂ: യു ആർ ഫൈറ്റിംഗ് എ ഗുഡ് ഫൈറ്റ്. എൻ്റെ ആത്മാവ് നിന്റെ കൂടെയുണ്ട്. നീ തളരുമ്പോൾ നിന്റെ ഉള്ളിൽ തന്നെ ഞാനിരുന്ന് നിന്നെ ശക്തിപ്പെടുത്തും. നീ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നിന്റെ കൂടെ ഞാൻ ഉണ്ടെന്ന്. വീണ് പോകുമ്പോഴും ഓർത്തോളുക, ഞാൻ ഉള്ളിലിരുന്ന് നിന്നെ ശക്തിപ്പെടുത്തും, നിന്നെ തിരികെ മടക്കിക്കൊണ്ടുവരും. എൻ്റെ ആത്മാവ്
നീ നിന്റെ ബലഹീനതയെ പ്രശംസിക്കുന്ന സമയങ്ങളിൽ, കുമ്പസരിക്കുന്ന സമയങ്ങളിൽ, പ്രശംസിക്കുന്ന സമയങ്ങളിലൊക്കെയും എൻ്റെ ആത്മാവ് നിന്നെ ശക്തിപ്പെടുത്തും. നിന്നെ വീണ്ടും 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 ശക്തിപ്പെടുത്തി നിന്നെ മുൻപോട്ട് നയിക്കും. നീ പാപത്തിന് മരിച്ചവനാണ്, നിന്റെ ഉള്ളിൽ ഞാൻ വസിക്കുന്നു എന്ന് പറഞ്ഞേ. കൊളോസസ് 1:27 ഒന്ന് ഏറ്റു പറഞ്ഞു. മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ട്, എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ഈശോയെ, അവിടുത്തെ വലിയ സാന്നിധ്യം ഇന്ന് ഞങ്ങളോടൊപ്പം ഇറങ്ങി നിൽക്കുന്നതിനെ നന്ദി പറയുന്നു. അമ്മ മാതാവിൻ്റെ അസ്വർഗീയ സുഗന്ധ അഭിഷേകം ഞങ്ങളുടെ അറയിൽ വെളിപ്പെടുന്നതിനായി നന്ദി പറയുന്നു. ആ ഒരു നിർമ്മലതയിൽ, നിർമ്മലമായ സ്നേഹം, നിർമ്മലമായ ആ ഒരു സ്നേഹത്തിൻ്റെ അഭിഷേകം, ആ ഫ്രാഗ്രൻസ് അനോയിറ്റിംഗ്, ഈശോയുടെ കുരിശിൻ ചോടൊന്ന് ഒഴുകിയിറങ്ങുന്ന ആ വലിയ കൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ ഈശോയുടെ ആ തിരുരക്തം കൊണ്ട് നമ്മളെ കഴുകുകയാണ്. അമ്മ പ്രാർത്ഥിക്കുകയാണ്. സുഗന്ധത്തിൻ്റെ സാന്നിധ്യം, സുഗന്ധാഭിഷേകം വെളിപ്പെടും. സച്ച് എ ബ്യൂട്ടിഫുൾ പ്രസൻസ് ഓഫ് ജീസസ് ആൻഡ് മദർ മേരി. നിന്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വന്ന് വസിക്കുന്നതിന് വേണ്ട വില മുഴുവൻ ഈശോ കൊടുത്ത ദിവസമാണ് ദുഃഖ വെള്ളിയാഴ്ച. ഇന്ന് റിസീവ് ചെയ്യുക. ദൈവത്തിൻ്റെ സകല വാഗ്ദത്തങ്ങളും ഈശോയിലൂടെ നിന്റെ ജീവിതത്തിലേക്ക് 2 Corinthians 1:20 ദൈവത്തിൻ്റെ സകല വാഗ്ദത്തങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. എന്നാൽ ദൈവത്തിൻ്റെ സകല വാഗ്ദത്തങ്ങളെയും ഈ നിമിഷം റിസീവ് ചെയ്യാം. നന്ദി ഈശോയെ, അവിടുത്തെ ആത്മാവിൻ്റെ അഭിഷേകത്തിന് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്, 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 താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ഈശോ എനിക്ക് വേണ്ടി എല്ലാം പൂർത്തീകരിച്ചു എന്നൊന്ന് അതരം തുറന്ന് പറയാമോ? അതരം തുറന്ന് പറഞ്ഞേ, വാ തുറന്ന് പറഞ്ഞേ. എൻ്റെ ഈശോ എനിക്ക് വേണ്ടി എല്ലാം പൂർത്തീകരിച്ച് ദിവ്യകാരുണ്യമായി തീർന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഈശോ എനിക്ക് വേണ്ടി എല്ലാം പൂർത്തീകരിച്ച് ദിവ്യകാരുണ്യമായി തീർന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഈശോ എനിക്ക് വേണ്ടി എല്ലാം പൂർത്തീകരിച്ച് ദിവ്യകാരുണ്യമായി തീർന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഈശോയുടെ അനന്തമായ കരുണയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിരവധി പേരെ ഈശോ സ്പർശിച്ചിട്ടുണ്ട്. ഈ മെസ്സേജ് ചിലപ്പോൾ നിങ്ങൾ ഈ വർഷം ആയിരിക്കത്തില്ല കേൾക്കുന്നത്, ചിലപ്പോൾ വരും വർഷങ്ങളിലായിരിക്കും കേൾക്കുന്നത്. ബട്ട് വെനെവർ യു വിൽ ലിസൺ ടു ദിസ് മെസ്സേജ്, ഗോഡ് വിൽ ഹീൽ യു. ആൻഡ് ഗോഡ്സ് ഹീലിംഗ് ഒരു പ്രോസസ്സ് പോലെ കുറേ ആൾക്കാരെ കർത്താവ് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. കുറേ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരൊക്കെ ഈശോ ഒരുപാട് ഹീലിങ്ങിലേക്ക് ദൈവം നയിക്കുന്നു. അതുപോലെ നിങ്ങളെ ദൈവം ശക്തം ഉപയോഗിക്കും. അതിനു വേണ്ടിയുള്ള ഒരു പ്രത്യേക ഇവാഞ്ചലൈസേഷൻ അനോയിറ്റിങ്ങും ഈ ഗുഡ് ഫ്രൈഡേ ദിവസം സ്വർഗം നമ്മുടെ ഇടയിലേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ദൈവനാമത്തിന് നമ്മുടെ ജീവിതത്തെ മുഴുവനും ദൈവനാമ മഹത്വത്തിനായിട്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരനിലേക്ക് ആമേൻ. ഗുഡ് ഫ്രൈഡേ ദിവസം ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണമേ. നമ്മളെല്ലാവരും ഈശോയോട് കണക്റ്റഡ് ആയ പോലെ തന്നെ പരസ്പരവും കണക്റ്റഡാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഓർക്കുമായിരുന്നു, ഞാൻ ടൗണിലോട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്ന വഴിക്ക് ഒരാളെക്കുറിച്ച് പെട്ടെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ ഓർമ്മ വന്നിട്ട് ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ടൗണിൽ ചെന്നൊരു 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ ആളെ ഞാൻ കണ്ടുപിട്ടി. അയാളുടെ ലൈഫിലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്തു. അപ്പോൾ ഞാൻ ഓർക്കും, ദൈവമേ, പരിശുദ്ധാത്മാവ് എത്ര കാര്യമായിട്ട് ഓരോ കാര്യങ്ങളും കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ദൈവം പല കാര്യങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തും, പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കി തരും. നമ്മുടെ കൂടെ തന്നെ ദൈവം ഇരുന്ന് നമ്മളെക്കൊണ്ട് തന്നെ ചിലപ്പം ചില വ്യക്തികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിപ്പിക്കും. അപ്പം അങ്ങനെ പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രചോദനം അനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കൂടെ നമ്മൾ പ്രവർത്തിക്കുകയാണ്, വർക്ക് ചെയ്യുകയാണ്. പ്രാർത്ഥന എന്നുള്ളത് കർത്താവിൻ്റെ കൂടെ നമ്മൾ പ്രവർത്തിക്കുന്നതിന് തുല്യമാണ്. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കണമേ. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകൾ ചോദിക്കുകയാണ്. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോ